മൂന്നാർ നയമക്കാട് ഡിവിഷനിൽ ഒറ്റക്കൊമ്പൻ ജനവാസ മേഖല ഇറങ്ങി എന്നൊരു വാർത്ത അവിടെ നിന്ന് ഇപ്പോൾ വരികയാണ്. തേയിലത്തോട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ആന ഇറങ്ങിയത്. ഇത് ഇപ്പോൾ പോയി 5-ാം വരും. വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ജനവാസ മേഖലയിലാണ് ഈ ഒറ്റക്കൊമ്പൻ ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി? നയമക്കാട് ഡിവിഷനിലാണ് ഈ ഒറ്റക്കൊമ്പൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ നയമക്കാട് ഡിവിഷനിൽ സാധാരണഗതിയിൽ തേയിലത്തോട്ടം ആണ്. തേയിലത്തോട്ടത്തിനോട് ചേർന്നുള്ള തൊഴിലാളികളാണ് അവിടെ താമസിക്കുന്നത്. ലയങ്ങളും മറ്റുമൊക്കെ ഉള്ളതാണ്. പക്ഷേ നിലവിൽ അവിടെ ഈ ഒറ്റക്കൊമ്പൻ മറ്റ് അതിക്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒറ്റക്കൊമ്പനെ കണ്ട് നാട്ടുകാർ അവിടെ നിന്ന് ബഹളം വെക്കുന്നതൊക്കെ മറ്റ് നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം. ഈ ഒറ്റക്കൊമ്പൻ ഇപ്പോൾ ഈ തേയിലത്തോട്ടത്തിലേക്ക് ഉള്ളിലേക്ക് കയറി നിൽക്കുകയാണ്. അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികൃതരെ പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് അധികൃതർ ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവിടെ ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആന സൃഷ്ടിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ആന ഈ ലയത്തിനോട് ചേർന്നുള്ള പ്രദേശത്തേക്ക് നയമക്കാട് ഡിവിഷനിലേക്ക് ഇറങ്ങിയത്. നാട്ടുകാരും മറ്റുമൊക്കെ മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റ് ആക്രമണപരമായ രീതിയിലുള്ള ഒന്നും തന്നെ ആനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. സ്ഥിരം ആന ഇറങ്ങുന്ന മേഖലയാണോ ഇത്? ഈ മേഖലയിൽ നേരത്തെയും ഇത്തരത്തിൽ പടയപ്പയും മറ്റുമൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഈ മൂന്നാർ മേഖലയിൽ പടയപ്പ, അതോടൊപ്പം തന്നെ ഒറ്റക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകൾ ഇറങ്ങാറുള്ളതാണ്. ഈ പടയപ്പ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ വാർത്തകളൊന്നും തന്നെ അങ്ങനെ കാര്യമായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒറ്റക്കൊമ്പൻ ഇപ്പോൾ ഈ നയമക്കാട് മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതർ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മൂന്നാർ നയമക്കാട് ഡിവിഷനിലാണ് ഒറ്റക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തേയിലത്തോട്ടത്തോട് ചേർന്നുള്ള ഭാഗം നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. റോഡ് കടന്നു പോകുന്ന ഭാഗമാണ്, ലയങ്ങളുള്ള ഭാഗമാണ്, തൊഴിലാളികൾ പണിയെടുക്കുന്ന ഭാഗമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ആന ഇറങ്ങിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തൊട്ടുകാരൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അതിനെ പക്ഷെ ഉപദ്രവിച്ചില്ല എന്നതാണ് ആ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നത്. ആളുകൾ അതിനെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുകയാണ്.